മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 വാതിലുകൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഇന്നലെ അനുമതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം പരിശോധനയ്ക്ക് വേണ്ടി സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. കട്ടിളപ്പാളിയിലും പ്രഭാമണ്ഡലം പാളിയിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് പരിശോധന. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഇന്നലെയാണ് ഇടക്കാല റിപ്പോർട്ട് വീണ്ടും കോടതിയിൽ വരുന്നത്. അവർ സന്നിധാനത്ത് വീണ്ടും പരിശോധന ആവശ്യമുണ്ടോ എന്ന കാര്യം കൂടി അവർ പറഞ്ഞിരുന്നു. വേഗത്തിലുള്ള തിടുക്കപ്പെട്ട നീക്കമാണ് SITയിൽ നിന്നുണ്ടാവുന്നത്. എന്തൊക്കെ പരിശോധനകളാണ് സന്നിധാനത്ത് നടക്കുന്നത്? സജിത്തെ, നേരത്തെയും SIT സംഘം സന്നിധാനത്തെത്തി ഇത്ര സ്ട്രോങ് റൂം തുറന്ന് റെക്കോർഡുകളും അതുപോലെ തന്നെ ഈ സ്വർണവും മറ്റു കാര്യങ്ങളും പരിശോധിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരിയായി ഇന്ന് 10 അംഗ സംഘമാണ്, വിദഗ്ധ സംഘം എത്തിയിരിക്കുന്നു. അവരുടെ ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷനുണ്ട്. സ്ട്രോങ് റൂം തുറന്ന് ഈ കട്ടളപ്പാടിയും അതുപോലെ തന്നെ നേരത്തെയുള്ള ഈ വാജുവാഹനം കൊടിമരത്തിന്റെ ഈ ഭാഗങ്ങളെല്ലാം പ്രഭാമണ്ഡലം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇതിന്റെ സ്വർണത്തിന്റെ മാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് എന്തെങ്കിലും മറ്റ് കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനുള്ള സ്വർണം ഈ പരിശോധിക്കാനുള്ള വിദഗ്ധ സംഘം, ആ പരിശോധന നടത്തുന്ന ആളുകളും ഈ SITയുടെ ഒപ്പം ഉള്ളായിരുന്നു. 10 പേരടങ്ങുന്ന സംഘമാണെന്ന് പമ്പയിൽ നിന്നും രാവിലെ സന്നിധാനത്തെത്തിയത്. എന്തായാലും ഈ നേരത്തെ ഉള്ള ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഈ പറയിൽ കൊടിമരത്തിന്റെ പറ ഉണ്ടല്ലോ, ആ പറ അത്രയും ആ കൊടിമരത്തിന്റെ വാജിവാഹനം, ഈ പഴയ സാധനങ്ങൾ സന്നിധാനത്ത് സൂചിച്ചിട്ടുള്ള അതിനകത്തെല്ലാം സ്വർണം അത് കൃത്യമായി പരിശോധിക്കുക, അതിന്റെ മാറ്റ് പരിശോധിക്കുക, അത് കറക്റ്റാണോ ഇല്ലെന്ന് അറിയുക, ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ രേഖ പരിശോധിക്കുക. ഒപ്പം രേഖകളിൽ റെക്കോർഡുകളിൽ സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങൾ ഇത് രണ്ടും ഒത്തുനോക്കുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഉള്ളത്. എന്തായാലും SIT സംഘം മുൻപും സ്ട്രോങ് റൂം തുറന്ന് അവിടെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതിനുപരിയായി വിശദമായ ഒരു പരിശോധന നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അത് അല്പസമയം മുമ്പ് തന്നെ സംഘം സന്നിധാനത്തെത്തി. അതിനുശേഷമാണ് ഇപ്പം ശ്രീകോവിലിന് ചുറ്റുമുള്ള ഈ ഭാഗമുണ്ട്, അയ്യപ്പന്റെ വിഗ്രഹത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ അവിടുത്തെ സ്വർണം, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കണം. അതുപോലെ തന്നെ ദ്വാരപാലകർ, ഈ കൊടിമരത്തിലെ ദ്വാരപാലകർ, ഇതെല്ലാം സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതും പരിശോധിക്കുക. അത്രയുള്ള കാര്യങ്ങളെല്ലാം സമയമെടുത്തായിരിക്കും ഒരുപക്ഷെ അത് പൂർത്തീകരിക്കുക. എന്തായാലും വിദഗ്ധമായ ഒരു പരിശോധന കൂടി മാത്രമേ ഇത് സ്വർണ്ണമുള്ളൂ, ഇതിന്റെ സ്വർണ്ണം ഇനി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും ഈ കാര്യം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ, അപകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ രേഖകളും എല്ലാം പരസ്പരം ഒത്തുനോക്കുകയാണ് പ്രധാനമായും SIT ചെയ്യുന്നത്. എന്തായാലും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കും. സൈത്ത സ്ട്രോങ് റൂമിൽ പരിശോധിക്കുകയാണ്. സന്നിധാനത്തെത്തി തിടുക്കപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളാണ് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.